നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമസ്കാരം, സൊഫൈൻ കെനൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് തന്നെ നമ്മൾ കാണിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് കുറേ പപ്പീസിനെ കുറേ പേർക്ക് കൊടുത്തിട്ട് നമ്മുടെ സബ്സ്ക്രൈബർമാർ മേടിച്ചുകൊണ്ടായിട്ടുള്ള പപ്പീസിനെയാണ് ആദ്യം കാണിക്കുന്നത് കേട്ടോ. ആദ്യം നമ്മൾ സാധാരണ ആൾക്കാർക്ക് കുറേ പേർക്ക് കൺഫ്യൂഷൻ ആവണം. നമ്മളിപ്പോൾ ഇവിടുന്ന് കുറേ പപ്പികളെ കാണിച്ചു, പിന്നെ അത് കഴിഞ്ഞിട്ട് ആൾക്കാർ മേടിച്ചുകൊണ്ട് പോകുമ്പോൾ ആൾക്കാർ ഇതൊക്കെ ഇവിടെ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ കുറേ പേർക്ക് ഡൗട്ട്. അപ്പോൾ കുറച്ച് പേര് ഫോൺ ചെയ്യുമ്പോൾ അങ്ങനത്തെ കുറച്ച് സംശയങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ ഇപ്രാവശ്യം നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, സ്റ്റാർട്ടിങ് തന്നെ നമ്മുടെ ഈ ആഴ്ച സെയിലായിട്ടുള്ള പപ്പീസിനെ നമ്മൾ കൊണ്ടുവന്നത് കാണിക്കുക. അത് കഴിഞ്ഞിട്ട് ബാലൻസ് ഉള്ള പപ്പീസൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഫുൾ പപ്പീസ് ഇവിടെ കാണിക്കുന്നതൊക്കെ ഇവിടെ നമ്മൾ ഉള്ളതാണ്. നമ്മൾ വീക്കിലി ഒരു വീഡിയോ ആണ് നമ്മൾ ഇടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ചെറിയൊരു ബോംബെ ട്രിപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പിന്നാലെ പോയി കാരണം കൊണ്ട് നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഈ ആഴ്ച നമ്മൾ വീഡിയോ ഇട്ടേക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. മാക്സിമം ലൈക്കൊക്കെ തന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ തുടർന്ന് കാണാം. ഒരു ഗോൾഡൻ ഫീമെയിലും ഹസ്കി ഫീമെയിലും പോവാണ് കേട്ടോ നമ്മുടെ ഇവിടെ നിന്ന്. ഹസ്കി പപ്പി. ചേച്ചിയുടെ പേര് ജയലക്ഷ്മി. എവിടെ ധനലക്ഷ്മി? ഓ, അടിപൊളി പേരാണല്ലോ. എവിടെ സ്ഥലം? വരടിയം, കൊട്ടാക്കാട് വരടിയം. കൊട്ടാക്കാട് വരടിയം. എന്ത് ചെയ്യുന്നത് ചേച്ചി? ടീച്ചറാണ്. ഇതൊക്കെ ഇത് എന്റെ അനിയത്തിയിലെ മക്കളും അനിയത്തിയുടെ മക്കളും. അനിയത്തിയുടെ പേര് എന്റെ ജയശ്രീ. എന്താ ചെയ്യണ്ട? വല്ലതും ചെയ്യണ്ട? ഇല്ല. ഇത് മോനല്ലേ? ഗോൾഡൻ റിട്രീവർ ഫീമെയിലിനാണ് കൊണ്ടുപോകണം കേട്ടാ. രണ്ടു വീടല്ലേ? ഒരു ഒറ്റ വീട്ടിലല്ലോ? രണ്ടു വീടല്ലേ? വിയൂരല്ലേ? ഇവന്റെ പേര്? എന്റെ പേര് സിദ്ധാർത്ഥ്. എന്താ ചെയ്യുന്ന? ഞാൻ ബിടെക് കഴിഞ്ഞു. പട്ടുകുട്ടിക്ക് വല്ല പേര് തീരുമാനിച്ചാ? പേര് കുക്കി ഫീമെയിൽ ആയിരുന്നു. കുക്കി തീരുമാനിച്ചു. അങ്ങനെ. ഇത് ശ്രേയ. എന്താ ചെയ്യുന്ന? +2 പഠിക്കുന്നു അല്ലേ? മക്കള്, ചേച്ചിയുടെ മക്കള് അല്ലേ? അപ്പൊ ചേച്ചിയുടെ വീട്ടിലായിരിക്കുള്ള ഹസ്ബൻഡ് മാത്രം. അപ്പൊ ശരി. അപ്പൊ എല്ലാവരും അടുത്ത് പറഞ്ഞോളൂ കേട്ടോ. ഓക്കെ ബൈ. ഷിറ്റ്സുവിന്റെ പപ്പീനെ കൊണ്ടുപോയിട്ടാ. ചെറിയ പപ്പീനെയാണ് കൊണ്ടുപോകണം, പേപ്പറുള്ള പപ്പീനെ. എവിടെ സ്ഥലം പറഞ്ഞ? തൃപ്രയാർക്കാണ് പോണ കേട്ടാ. പേര് സഞ്ജന അല്ലേ? ഡോക്ടർ. എന്തിന്റെ ഡോക്ടറാ? ജനറൽ പ്രാക്ടീഷണർ. എവിടെ വർക്ക് ചെയ്യുന്നപ്പോ? ഗവൺമെന്റിന്റെ തന്നെ ഹെൽത്ത് സെന്ററിലാണ്. ഈ സൈഡ് ഒന്ന് തിരിച്ചാ കണ്ട. കളറ് ഇങ്ങനെ കണ്ടാലോ ഭംഗിയുള്ളോ. അപ്പൊ നമ്മുടെ യൂട്യൂബില് സബ്സ്ക്രൈബ് ഒക്കെ അല്ലേ ചെയ്തിട്ടുണ്ട്? ഓക്കെ. അപ്പൊ താങ്ക് യു. ബീഗിൾ ഫീമെയിൽ പപ്പീനെ കൊണ്ടുവന്നു കേട്ടാ. സർട്ടിഫിക്കറ്റിന്റെ വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് ഇന്ന് സർട്ടിഫിക്കറ്റിന്റെ വെരിഫിക്കേഷൻ കഴിഞ്ഞു. അപ്പൊ അവിടെ വിളിച്ചപ്പോ അവര് വന്ന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന. ചേട്ടന്റെ പേര്? അനിൽകുമാർ അല്ലേ? എവിടെ സ്ഥലം? ഞാൻ തൃക്കൂരിലെ പള്ളിയാറാന്ന് പറയും. എന്താ ചെയ്യുന്ന? ഞാൻ മസ്കറ്റില് ഇത് വൈഫും കുട്ടികളും. ചേച്ചിയുടെ പേര്? ബിനി. വർക്ക് ചെയ്യില്ല? ഇല്ല, ഹൗസ് വൈഫ്. മോളുടെ പേര്? അനുഗ്രഹ. എന്താ ചെയ്യുന്ന? ഫൈനൽ ഇയർ പഠിക്കുന്നു. എവിടെയാ? BC അക്കാദമി. എവിടെയാ BC അക്കാദമി? എവിടെയാ? തൃശ്ശൂരില്ലേ? ഇത് മോളുടെ പേര്? ആത്മ. എന്താ ചെയ്യുന്ന? ഡിഗ്രി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഓക്കെ, ശരി. നമ്മുടെ ഗോൾഡൻ മെയിൽ പപ്പീനെ കൊണ്ടുപോകാൻ കണ്ണൂരിൽ നിന്ന് നമ്മുടെ ഒരു ചേട്ടൻ വന്നിട്ടുണ്ട്. ചേട്ടന്റെ പേര്? ഉദയകുമാർ അല്ലേ? എവിടെയാ കറക്റ്റ് സ്പോട്ട്? എവിടെയാ? പയ്യാവൂർ എന്ന് പറയും. കണ്ണൂരിൽ നിന്ന് ഒരു 40 കിലോമീറ്റർ കൂടെ ഉണ്ട്. പയ്യാവൂർ അല്ലേ? എന്താ ചെയ്യുന്നത് ചേട്ടൻ? ഞാൻ ദുബായിലാണ്. നമ്മുടെ വീഡിയോസ് ഒക്കെ സ്ഥിരമായിട്ട് കാണാറുണ്ട്. അങ്ങനെയാണ് ഓൺ ദ വേ ഞാൻ കൊച്ചിയിൽ വന്നത്. അപ്പൊ അവിടെ നിന്നിട്ട് ഇങ്ങോട്ടേക്ക് വന്നു. നേരം കിട്ട വരണേ. വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. ദുബായിൽ നിന്ന് വരണ. ഇത് ബ്രദർ. ചേട്ടന്റെ പേര്? ഷിനോയ്. എവിടെയാ? പയ്യാവൂർ. ഒരുമിച്ച് തന്നെ? എന്ത് ചെയ്യുന്നേ? കൃഷിയാണല്ലേ? അപ്പൊ നമ്മളത് ജാക്കിൻഡു ഡബിൾസിന്റെ ഫീമെയിലിന്റെ കുട്ടീനാണ് മേടിച്ചാണ് കേട്ടാ. അപ്പൊ വീട്ടില് അമ്മക്ക്
ആ അച്ഛനും അമ്മയ്ക്കും. അച്ഛനമ്മയ്ക്കുള്ള ഗിഫ്റ്റ് ആണ്. ദുബായിന്ന് വരുമ്പോ നമ്മളവിടെ വന്നിട്ടുണ്ട്. അടിപൊളി. പേര് എന്തെങ്കിലുമൊക്കെ തീരുമാനിച്ചിട്ടുണ്ടാ? പേര് തീരുമാനിച്ചിട്ടില്ല അല്ലേ? തീരുമാനിച്ചിട്ട് കമന്റ് ചെയ്തോളൂട്ടോ. തീർച്ചയായിട്ടും. അച്ഛന്റെ അമ്മയുടെ പേര് രുക്മിണി എന്നാണ് അമ്മയുടെ പേര്. അച്ഛന്റെ പേര് പ്രഭാകരൻ നായർ. അതെ അല്ലെ? അവര് വീട്ടിൽ തന്നെ? വീട്ടിൽ തന്നെ. റിട്ടയർമെന്റാ? അതെ. ഓക്കെ. ശരി. അപ്പൊ അവർക്കുള്ള ഗിഫ്റ്റ് ആണ്. പിന്നെ ആരാ വീട്ടിൽ വേറെ ആരൊക്കെയുള്ള? വേറെ എന്റെ ബ്രദറാണ്. ബ്രദറും ഫാമിലിയും. അതെ അല്ലെ? ശരി. അപ്പൊ ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക്സ്. മെയിൽ പപ്പി ആട്ടാ, മെയിൽ പപ്പി. നമ്മുടെ വൈറ്റ് ഫീമെയിൽ ഹസ്കിയുടെ ഫീമെയിൽ കുട്ടീനെ കൊണ്ടുപോകണം കേട്ടാ. ബ്ലൂ ഐസ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സർട്ടിഫൈഡ് പപ്പീനെയാണ് കൊണ്ടുപോകണം. എവിടെ സ്ഥലം? എന്റെ വീട് കൊരട്ടിയിൽ അല്ലേ? കഴിഞ്ഞ ആഴ്ചയിലും നമ്മൾ കൊരട്ടിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പേര് ജോജി. എന്താ ചെയ്യുന്നേ? ഞാൻ ഇപ്പൊ പഠിക്കാണ്. എന്താ പഠിക്കണേ? BBA. എവിടെയാ? ഞാൻ പഠിച്ചു കഴിഞ്ഞു ഓൾറെഡി. ബാംഗ്ലൂരായിരുന്നു പഠിച്ചത്. ബാംഗ്ലൂര്. ശരി. അതായത് അമ്മയുടെ പേര് ജോളി. കൊരട്ടിയില് ജോലി എന്തെങ്കിലും ഉണ്ടാ? പുറത്തായിരുന്നു. ഇപ്പൊ നാട്ടില് സെറ്റില്. അപ്പൊ അടിപൊളി. അപ്പൊ നമ്മുടെ ചാനലൊക്കെ ചെയ്തോളൂട്ടാ. എല്ലാവർക്കും ഷെയർ ചെയ്തോളോ. ഓഫർ എടുത്തിട്ടല്ലോ അല്ലെ? കഴിഞ്ഞ ആഴ്ച വന്നിട്ട് നോക്കി പോയില്ലേ? ഗോൾഡൻ റിട്രീവറിനെയാണ് സെലക്ട് ചെയ്ത്. എന്നിട്ട് ഹസ്കി ആക്കി. ഹസ്കിയോടാണ് കൂടുതൽ ഇഷ്ടം. അപ്പൊ ശരി, ഓക്കെ, താങ്ക് യു. നമ്മുടെ ഗോൾഡൻ ഫീമെയിൽ പപ്പീനെ കൊണ്ടുപോകണ. എവിടെ സ്ഥലം ചേട്ടാ? ആലുവ. എവിടെ? മുപ്പത്താണ് അല്ലേ? എന്ത് പേര്? എന്ത് ചെയ്യുന്ന ചേട്ടൻ? ആലുവയില് അല്ലേ? ഇത് വൈഫും മോനും. ഇത് ഫ്രണ്ട് അല്ലേ? മോന്റെ പേര്? എത്രയല്ലേ പഠിക്കണേ? സ്കൂളിന്റെ പേര്? അടിപൊളി. ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പോയി പറഞ്ഞോളൂട്ടാ. സൊഫൈൻ കനാൽസിന്ന് ഗോൾഡൻ റിട്രീവറിനെ മേടിച്ചു. വീഡിയോ കാണാറില്ലേ? അടിപൊളി അല്ലേ? ചേച്ചിയുടെ പേര്? രേഷ്മ അല്ലേ? എന്താ ഹൗസ് വൈഫ്? ഇത് ഫ്രണ്ട് എന്ത് ചെയ്യുന്നേ? അങ്കമാലിയില്. നമ്മുടെ അടുത്ത് തന്നെ ഒരു ഡോഗിനെ മേടിക്കും. ആ പ്രതീക്ഷയിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഓക്കെ, താങ്ക് യു, ബൈ. നമ്മുടെ ലാബ് ദുർണിയുടെ കുട്ടീനെ കൊണ്ടുവന്നു കേട്ടാ. ചേട്ടന്റെ പേര്? പ്രകാശ്. എവിടെ സ്ഥലം? അത്താണി മണാലൂര്. തൃശ്ശൂർ തന്നെ അല്ലേ? തൃശ്ശൂർ. എന്താ ചെയ്യുന്നേ? ഞാൻ ഗൾഫിലാണ്. കുവൈറ്റില്. എവിടെ? കുവൈറ്റില്. അപ്പൊ നാട്ടിൽ വന്നപ്പോ കുട്ടികൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ അവർക്ക് ഒരു നല്ലൊരു ഇണങ്ങാനും അത്യാവശ്യം ഇതിനൊക്കെ ലാബല്ലേ നല്ലത്. അപ്പൊ ലാബിന് എടുക്കാന്ന് വെച്ചു. അപ്പൊ നമ്മളെ ലാബ് പേപ്പറിലെ കുട്ടീനെ കൊണ്ടുവന്ന കേട്ടാ. മെയിൽ പപ്പി. ഇത് എന്റെ മോളത്. മോള് അല്ലേ? മോളുടെ പേര്? ലക്ഷ്മി. എന്താ ചെയ്യുന്നേ? ഞാൻ +1 പഠിക്കുന്നു. +1. എവിടെ? മുണ്ടത്തിക്കോട് NSS സ്കൂളിൽ. മുണ്ടത്തിക്കോട് അല്ലേ? അനിയത്തി ഉണ്ട്. 5ൽ പഠിക്കുന്നത്. 5ല്. ആളുടെ പേര്? ഭദ്ര അല്ലെ? ആള് ഈ സ്കൂളിൽ തന്നെയാ? അല്ല, ആ സ്കൂളല്ല. ആള് ജയം ചത്താണി. അതെ അല്ലേ? പിന്നെ വൈഫ്. പിന്നെ വേറെ അച്ഛൻ, അമ്മ? അച്ഛൻ, അമ്മ. അപ്പൊ അത്യാവശ്യം ആൾക്കാരുണ്ട്, കളിപ്പിക്കാനൊക്കെ ഉണ്ട് ആൾക്കാരുണ്ട്. അപ്പൊ എല്ലാവരും അടുത്ത് അന്വേഷണം പറയാം. അപ്പൊ ഓക്കെ, താങ്ക് യു. നമ്മുടെ ടുട്ടുവിന്റെ ഫീമെയിൽ പപ്പീനെ കൊണ്ടുപോകണം കേട്ടാ. ഫീമെയിൽ പപ്പി. എവിടെയാ സ്ഥലം? എവിടെയാ? മണ്ണുത്തില്. മണ്ണുത്തി, നമ്മുടെ അയലൊക്കെ തന്നെ. എന്താ പേരെന്താ? ബെൻസൺ. എന്താ ചെയ്യുന്നേ? മർച്ചന്റ് നേവിയിലെ ഷിപ്പിൽ വർക്ക് ചെയ്യുന്നു. ഷിപ്പിൽ വർക്ക് ചെയ്യുന്നു അല്ലേ? ഇത് സുഹൃത്ത്. എന്തൊരു പേര് പറഞ്ഞ? ആരോമൽ അല്ലേ? നമ്മുടെ പിറ്റ്ബുള്ളൊക്കെ ബ്രീഡ് ചെയ്തിട്ട് ആള്. പിറ്റ്ബുൾ എത്ര ഉണ്ട്? 4 അല്ലേ? വീട് എവിടെ? സ്ഥലം പറഞ്ഞത്? മുളയത്ത്. അപ്പൊ ആളുടെ ഫ്രണ്ട് ആണ്. പിറ്റ്ബുൾ ഇപ്പൊ കുട്ടികൾ കിടക്കണ്ട? അതെ അല്ലേ? അപ്പൊ ഓക്കെ, അപ്പൊ അടിപൊളി. ശരി. ഇപ്രാവശ്യം നമ്മൾ ചെറിയൊരു ഇൻഫർമേഷൻ ഇട്ടാ നമ്മുടെ വീഡിയോയിലൂടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പേര് പപ്പീസിനെ മേടിക്കുമ്പോൾ പപ്പീസിനെ സ്റ്റാർട്ടിങ് എന്ത് ഫുഡ് കൊടുക്കണം, എന്ത് മരുന്നുകളൊക്കെ കൊടുക്കണം, എന്തൊക്കെ വാക്സിൻ ചെയ്യണം എന്നുള്ളത് കുറച്ച് ഡൗട്ട്സ് എല്ലാവരും നമ്മളോട് എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ വീഡിയോ ഇനി അയച്ചു കൊടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇത് പറയുന്നത് കേട്ടോ. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ടിങ് പട്ടിക്കുട്ടീനെ ജനിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പട്ടിക്കുട്ടിക്ക്
നമുക്കൊരു 20 ദിവസമാകുമ്പോൾ നമ്മളിവിടെ ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ ചെയ്യുന്നത് പപ്പി സെർലാക്ക് പോലത്തെ അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് മിൽക്ക് അങ്ങനത്തെ കുറച്ച് പൗഡറുകൾ നമ്മുടെ ഷോപ്പിലുണ്ട്. നിങ്ങൾക്ക് ഏതൊരു പെറ്റ് ഷോപ്പിൽ പോയാലും അത് കിട്ടും. അത് നമ്മൾ ആദ്യത്തെ ഒരു 2-3 ദിവസം ഫീഡ് ചെയ്യും. അത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ടർ ഫുഡ് ഏത് കമ്പനിയുടെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പം നമ്മുടെ ഇവിടേക്കാണെങ്കിൽ നമ്മൾ റോയൽ ക്യാനൊക്കെയാണ് ഇപ്പോൾ സ്റ്റാർട്ടിങ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളിപ്പോൾ നമ്മുടെ മേടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ബാഗെങ്കിലും റോയൽ ക്യാൻ ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിയണേറ്റും അതിൻ്റെ പകുതി മുമ്പ് നിങ്ങൾ വേറെ ഏത് കമ്പനിയുടെ സ്റ്റാർട്ടർ ഫുഡാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സ് ചെയ്ത്, ചിലവർക്ക് ഇപ്പോൾ റോയൽ ക്യാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി കോസ്റ്റ്ലി ഫുഡായ കാരണം കൊണ്ട് ചിലവർക്ക് ഡ്രൂൾസ് വേണം, ഡ്രൂൾസിൻ്റെ ഫോക്കസ് ഇത്തിരി പൈസ കുറവിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. അപ്പം ഞാൻ പറയണത് എന്താ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ 2 മാസം നമ്മൾ പട്ടിക്കുട്ടിക്ക് നമ്മൾ സ്റ്റാർട്ടർ ഫുഡ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഇതിപ്പോൾ 2 മാസം ആവാറായ പട്ടിക്കുട്ടിയാണ്. ഇതിന് ഫുഡ് കൊടുക്കുന്നത് നമ്മൾ സ്റ്റാർട്ടർ ഫുഡാണ്. പിന്നെ ഇതിനിപ്പോൾ 1 മാസം 1.5 മാസമൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് റാഗി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് റാഗി, നിങ്ങളുടെ ചിലയിടത്ത് റാഗിക്ക് വേറെ എന്തൊക്കെയാണ് പേര് പറയണേ. അപ്പോൾ റാഗി പൗഡർ, റോസ്റ്റഡ് റാഗി പൗഡർ നമുക്ക് മേടിക്കാൻ കിട്ടും. നമ്മൾ ആ റോസ്റ്റഡ് റാഗി പൗഡർ നമ്മൾ കുറുക്കിയിട്ട് നമ്മൾ റോയൽ ക്യാൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് ഇത്തിരി കോസ്റ്റിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് പറഞ്ഞത് കേട്ടോ. പിന്നെ നമുക്ക് ഇവർക്ക് ഒരു കാൽസ്യം, വിറ്റാമിൻ, അയൺ, ഈ 3 മരുന്ന് നമ്മൾ മസ്റ്റായിട്ട് കൊടുത്തിരിക്കുന്നു. ചെറുപ്പത്തിൽ ഒരു 3 മാസം വരെ ഇത് നിർബന്ധമായിട്ടും കൊടുത്തിരിക്കേണ്ട ഒരു സപ്ലിമെന്റ്സ് ആണ് കേട്ടോ. കാൽസ്യം, വിറ്റാമിൻ, അയൺ. അപ്പോൾ അത് 3 മരുന്ന് നമ്മളവിടെ കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മളിവിടെ നിന്ന് മേടിക്കുന്ന ആൾക്കാർക്ക് നമ്മളത് സാധനം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മളവിടെ നിന്ന് മേടിക്കാത്ത എവിടെന്നെങ്കിലും പട്ടിക്കുട്ടീനെ മേടിച്ചിട്ടുള്ള ആൾക്കാരായാലും അവർ അവിടെ പോയിട്ട് ചോദിച്ച് മേടിച്ച് പട്ടിക്കുട്ടിക്ക് കൊടുക്കുക. അപ്പോൾ നോർമൽ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് ഇത് കൊടുക്കുമ്പോൾ 1 ml ഒക്കെ വെച്ച് കൊടുത്താൽ മതി. പിന്നെ നമുക്കിത് 2.5 ml ആണ് കണക്കിട്ടാ. അപ്പോൾ 2 നേരം വെച്ചിട്ട് സ്റ്റാർട്ടിങ് നിങ്ങൾ കൊടുക്കുമ്പോൾ ഒരു പട്ടിക്കുട്ടീനെ എവിടെന്നെങ്കിലും മേടിച്ചു ഇതിന് കാൽസ്യം, വിറ്റാമിൻ കൊടുക്കാത്ത പട്ടിക്കുട്ടി ആയിരുന്നെങ്കിൽ ആ പട്ടിക്കുട്ടിക്ക് കാൽസ്യമൊക്കെ 2.5 ml ഒറ്റയടിക്ക് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1 ml വെച്ചിട്ട് കുറച്ച് കൊടുക്കുക. 1 ml കൊടുക്കുന്നു, കാൽസ്യം 1 ml, വിറ്റാമിൻ 1 ml, അയൺ 1 ml. അപ്പോൾ മൊത്തം 3 ml പോകണുള്ളൂ. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ബെറ്റർ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അതൊരു 10-15 ദിവസം നമ്മൾ തുടർന്ന് പോയിട്ട് പിന്നെ നമ്മളത് 2.5 ml അങ്ങനെ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലതായിരിക്കും കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ 2.5 ml 2 നേരമാണ് നമുക്ക് പപ്പീസിനെയൊക്കെ നമുക്ക് സപ്ലിമെന്റ്സ് ഒക്കെ കൊടുക്കുന്നത്. ഏത് സപ്ലിമെന്റ് ആണ് നോർമലി നിങ്ങൾ ഇത് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നോട്ട് ചെയ്ത് വെച്ചാൽ നമ്മുടെ ഏത് സപ്ലിമെന്റ് മേടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതുമ്പോൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അതുണ്ട്. പിന്നെ നമുക്കിത് വിരയുടെ മരുന്ന് 25 ദിവസം കൂടുമ്പോൾ വിരയുടെ മരുന്ന് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. പട്ടിക്കുട്ടിയുടെ ബോഡി വെയിറ്റിനുള്ള വിരയുടെ മരുന്ന് മേടിക്കുക. അപ്പോൾ 1 കിലോ ബോഡി വെയിറ്റിന് 1 ml അങ്ങനെയൊക്കെയാണ് നോർമൽ. 1-2 കമ്പനിയുടെ ഇത്, അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള വെറ്റിനറി ഡോക്ടറെ അടുത്ത് ചോദിക്കുക. അപ്പം എന്നിട്ട് വെയിറ്റ് നോക്കിയിട്ട് തന്നെ 1 ടൈം കൊടുക്കുന്നതുണ്ട്, 3 ടൈം കൊടുക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ. 3 days കൊടുക്കണ വിരയുടെ മരുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് വിരയുടെ മരുന്ന് മസ്റ്റായിട്ട് കൊടുത്തോളൂ കേട്ടോ. പിന്നെ 45 ദിവസത്തിനുള്ളിൽ നമുക്ക് വാക്സിനേഷൻ ചെയ്യാൻ പറ്റും. അത് പപ്പി DP എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാക്സിനാണ് കേട്ടോ. പപ്പി DP 45 ദിവസം കഴിഞ്ഞ് ഒരു 50 ദിവസമൊക്കെ ആയ പട്ടിക്കുട്ടിക്ക് ആണെങ്കിൽ നമുക്ക് DHPP എന്ന് പറഞ്ഞിട്ട് ഉള്ള നോർമൽ വാക്സിൻ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞാൽ ഒരു 20 ദിവസത്തിനുള്ളിൽ അടുത്ത അതിൻ്റെ ബൂസ്റ്റർ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 3 മാസം എത്തി കഴിഞ്ഞാൽ നമുക്ക് നോർമൽ റാബിസിന്റെ വാക്സിൻ ചെയ്യാം. റാബിസ് നമുക്ക് 3 മാസം കഴിഞ്ഞാൽ നോർമൽ ചെയ്യേണ്ട ആവശ്യമുള്ള കേട്ടോ പപ്പിക്ക്. നമ്മുടെ മദർ ഇവിടുന്ന് മേടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഫാദറിനും മദറിനും ചെയ്തിട്ടുള്ള കൊണ്ട് കുഴപ്പമുണ്ടാവില്ല. നിങ്ങൾ എവിടുന്ന് മേടിക്കുന്നത് വെച്ചാൽ അവിടുത്തെ മദറിന് 90% ആൾക്കാർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ മദറിനും ഫാദറിനും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 മാസത്തേക്ക് പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ട് 3 മാസം എത്തിയിട്ടാണ് നമ്മൾ റാബിസിന്റെ വാക്സിൻ ചെയ്യേണ്ട കാര്യമുള്ളൂ. 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് റാബിസിന്റെ വാക്സിൻ എടുക്കുക. അത് കഴിഞ്ഞാൽ അതിൻ്റെ ബൂസ്റ്റർ എടുക്കേണ്ട ഒരു 20 ദിവസത്തിനുള്ളിൽ അതിൻ്റെ അടുത്ത ബൂസ്റ്റർ എടുക്കുക. അപ്പോൾ നമുക്ക് കൊല്ലത്തിൽ ഒരു അസുഖങ്ങൾ വരാണ്ടിരിക്കാനുള്ളതും ഒരു റാബിസും അതാ ഡേറ്റ് അതിലുണ്ടാവും. ഏത് ഡോക്ടറെ അടുത്തേക്ക് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഡോക്ടർമാർ ആ ഡേറ്റ് എഴുതിയിട്ടുണ്ടാവും. അതിൻ്റെ നെക്സ്റ്റ് ഒരു കൊല്ലമാകുമ്പോൾ ഇന്ന ഡേറ്റിന് കറക്റ്റായിട്ട് എല്ലാ കൊല്ലം വാക്സിൻ ചെയ്യാട്ടോ. ഇതൊക്കെയാണ് അത്യാവശ്യം ഈ പ്രാവശ്യത്തെ ഇൻഫർമേഷൻ. ഇനി കൂടുതൽ ഇൻഫർമേഷൻ കാണണമെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്മളൊരു ഡോക്ടറുടെ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ആ ഇൻ്റർവ്യൂ നോക്കിയാൽ മതി. നമ്മൾ ബ്രീഡ് ചെയ്യണ ആൾക്കാർ, പിന്നെ പട്ടിക്കുട്ടീനെ മേടിക്കുന്ന ആൾക്കാർ, പിന്നെ വീട്ടിൽ പ്രസവിച്ചിട്ടുള്ള പട്ടിക്കുട്ടീനെ പ്രസവിപ്പിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണം, ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഉള്ള ഒരു വീഡിയോ നമ്മൾ ഒരു ഡോക്ടർ, ഇവിടുത്തെ കേരളത്തിലത്തെ ഒരു പ്രമുഖ ഡോക്ടറുടെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ളത് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം കാണാം കേട്ടോ. അപ്പോൾ വീഡിയോ തുടർന്ന് കാണാം കേട്ടോ. നമ്മുടെ ബുൾമാസ്റ്റിഫിൻ്റെ പപ്പീസോടെ കളിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വന്നത് അറിഞ്ഞിട്ടില്ല കേട്ടോ. ഡാ
കണ്ടാ നല്ല ഹെവി പപ്പീസ് ഇട്ടാ. ഹെവി പപ്പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബോൺ സൈസ് ഒക്കെ ആയിട്ടുള്ള പപ്പീസാണ് ബുൾ മാസ്റ്റിഫിന്റെ. നമുക്ക് ഉള്ളിലേക്ക് ഞാൻ കിടക്കട്ടെ, എന്നിട്ട് നോക്കാം നമുക്ക്. ബുൾ മാസ്റ്റിഫിന്റെ കുട്ടികളുടെ അടുത്ത് കളിപ്പിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടാ. ചെറിയ ഫുഡൊക്കെ കൊടുത്ത് പഠിപ്പിക്കുക നമ്മൾ എപ്പോഴും. ഇതിലിപ്പോ മെയിൽ പപ്പി ഇതായിരിക്കും കേട്ടാ. ഇതേ ഇവനാണ് മെയിൽ പപ്പി ട്ടാ. നമ്മുടെ മെയിൽ പപ്പി സൂപ്പർ പപ്പി, ഹെവി ബോൺ സൈസ് ഒക്കെ ഉള്ള പപ്പി ട്ടാ. ബാക്കിയൊക്കെ ഫീമെയിലാട്ടാ. അപ്പൊ ഫീമെയിലിന് എല്ലാത്തിനും നമ്മൾ 25 രൂപയാണ്. ഇപ്പോഴും നമ്മൾ 25 രൂപ തന്നെ പറയണം കേട്ടോ. നമുക്ക് 2.5 മാസം പ്രായം കഴിഞ്ഞു, വാക്സിനേഷൻ 2 കഴിഞ്ഞു, ഇനി റാബിസ് മാത്രമേ ചെയ്യാത്തുള്ളൂ. പിന്നെ ഇതിന്റെ ഫാദറും മദറും ഇവിടെ ഉണ്ട്. ഹെവിയാണ് കേട്ടോ. ഫാദർ ആയാലും മദർ ആയാലും നമ്മുടെ മുമ്പത്തെ വീഡിയോയിലൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ. ഫുൾ ഹെവി പപ്പീസാണ്. നമുക്ക് ഇതിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ സിംഹം പുലിനെ വീട്ടിൽ വളർത്തണ പോലെ വളർത്താട്ടോ. അവരുടെ വാക്കിംഗ് ഒക്കെ അങ്ങനത്തെ ലയൺ വാക്കിംഗ് എന്ന് പറയാ. ഇവർ നടക്കണ ഒരു പ്രത്യേകത കണ്ട. ആ പ്രത്യേകതയുടെ ലയൺ വാക്കിംഗ് എന്ന് പറയാ അവരുടെ നടത്തത്തിന്. നല്ല ചുണക്കുട്ടന്മാരാണ്. ചുണക്കുട്ടന്മാരും ചുണക്കുട്ടെത്തിയോളും. ഡാടാ നിനക്ക് വേണ്ടി അപ്പൊ പപ്പീസ് എല്ലാ ആവശ്യമുള്ള ആൾക്കാർ വിളിക്കുക. നല്ല കോമ്പൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല സ്ഥലങ്ങളൊക്കെ ഉള്ള ആൾക്കാർ ബുൾ മാസ്റ്റിഫിനെ നല്ല സ്ട്രോങ് കിടുക്കാച്ചി പപ്പീസ് ഉണ്ട് കേട്ടാ. ഏതിനു വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോകാം, നമുക്ക് വിഷയമുള്ള കാര്യമില്ല കേട്ടോ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഈ പപ്പീസിനെ എന്തായാലും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് വളർത്തുന്നവരെടുത്ത് നമ്മളിത് വളർത്താൻ പറയില്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ അവർക്ക് ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു വരും. പക്ഷെ നമ്മൾ ഒരു ഡോഗ് ബുൾ മാസ്റ്റിഫ് വളർത്തിയിട്ടുള്ള ആൾക്കാർ ബുൾ മാസ്റ്റിഫിനെ മേടിക്കലോട്ടോ. എന്ന് വെച്ചാൽ ഭയങ്കര സ്നേഹമുള്ള ഒരു ബ്രീഡാണ് കേട്ടോ ബുൾ മാസ്റ്റിഫ്. ഭയങ്കര സ്നേഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ്. ഇതിന്റെ മദറും ഫാദറും ഇവിടെ ഉണ്ട്. പിന്നെ വേറെ ആൾക്കാരെ അടുപ്പിക്കാനൊക്കെ വളർത്തി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വാച്ചിങ് പർപ്പസ്. പിന്നെ വീട്ടിൽ വേറെ ജന്തുക്കള് ജന്തുക്കളൊന്നും ഇവര് വരാൻ സമ്മതിക്കില്ല കേട്ടോ. അങ്ങനത്തെ ഇവരുടെ ബ്ലഡിൽ തന്നെ അതിന്റെ ഇത് അലിഞ്ഞ് ചേർന്നിട്ടുള്ള ഒരു ബ്രീഡാണ് കേട്ടോ ബുൾ മാസ്റ്റിഫ്. ഇനി നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് കിടന്നിട്ട് നേരെ നമ്മുടെ ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് കിടക്കാട്ടോ. ഇത് നമ്മുടെ ടോമിൻ്റെ കിയ, ഇത്തിരി കോട്ടിങ് കൂടിയിട്ടുള്ള ഫീമെയിൽ കേട്ടോ. 3 മാസം പ്രായം. നമ്മുടെ ഓഫർ പ്രൈസ് 30,000 രൂപ. ഇത് ഗോൾഡൻ റിട്രീവർ 3 മാസം പ്രായം 12,000 രൂപ. നമ്മുടെ സോണിയ കിടന്നുറങ്ങാണല്ലോ. സോണിയ ജാക്കിട്ട. നമ്മുടെ ഈ ജാക്കിന്റെ കുട്ടികളാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. എനിക്കറ ഗുഡ് ബോയ് അല്ലടാ നീ, ഗുഡ് ബോയ്. കണ്ടാ ജാക്കിനെ നമുക്ക് പുറത്തേക്ക് അയച്ചു വിട്ടാല. ഇവിടെ നമ്മുടെ ബുൾ മാസ്റ്റിഫിന്റെ കുട്ടികൾ കിടക്കുന്നുണ്ട് കേട്ടോ. അതെ ജാക്ക് ഇങ്ങടെ പോയാ. ജാക്കിന്റെ കുട്ടികൾ വേണമെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ കുട്ടികളുണ്ട് കേട്ടോ. മെയിലും ഉണ്ട് ഫീമെയിലും ഉണ്ട്. ഇനി നമുക്ക് ബുൾ മാസ്റ്റിഫിനെ അയച്ചു വിടാൻ പറയാം. വരുന്നുട്ടാ. കണ്ടാ ഇതാണ് ബുൾ മാസ്റ്റിഫ്. മെയിലിനൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഏത് നേരം മൂത്രം ഒഴിക്കുന്ന ഒരു പരിപാടിക്ക് ഉണ്ട് കേട്ടോ. മെയിൽസിന് ഏത് നേരം മൂത്രം ഒഴിക്കും വരും. ഞാൻ നിന്നെ മോക്കൊന്ന് കാണിച്ചു കൊടുത്താറാടാ. ആ ഇടുവാ ഇടുവാ.
അത്യാവശ്യം ശരിക്ക് കണ്ടു. അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ അവൻ പായാണ്. കുട്ടികൾ ഇവിടെ കിടക്കണ്ടാ. ओके भाई लेके जाओ. അലമ്പ് വേണ്ട. എന്തിന്? ഇനി നമുക്ക് ഇവിടെ പപ്പീസ് ഉണ്ട് കേട്ടോ. പപ്പീസിന്റെ സ്ഥലത്തേക്ക് പോവാം. പപ്പീസ് നമ്മൾ എല്ലാ ആഴ്ചയിലും പുറത്തേക്ക് എടുത്ത് കാണിക്കുന്നുണ്ട്. ഹസ്കി, ഒരു ഗോൾഡൻ, അത് ഫീമെയിൽ ആട്ടാ. ഇത് 2 മെയില്, ഇത് ഫീമെയില്. ഇത് നമ്മുടെ കാറ്റ്. ഒരു കാറ്റ് കുഞ്ഞ് കൊടുക്കാണ്ട് കിട്ടാ. ഇത് വേറെ മെയില്. ഇത് ഗോൾഡൻ, ഒരു മെയില് 2 ഫീമെയില്. ഇതൊരു ബീഗിള് പപ്പീറ്റാ. അവിടെ ഇതൊരു ഫീമെയില് ബീഗിള് പപ്പി, മറ്റൊരു ഫീമെയിൽ തന്നെ. ഇത് ബുൾമാസ്റ്റിഫിന്റെ അതിന്റെ ചെവി ഇങ്ങനെ ആകാനോണ്ട് കൂടി ചെയ്യുന്നോ. ചെവിയമ്മ ടൈപ്പ് ചെയ്തേക്കാണ്. ഇത് ലാബ് പപ്പി, ഇത് ഗോൾഡൻ ചെറിയ പപ്പി ആയിരുന്നുള്ളത്. ഗോൾഡൻ ഭയങ്കര കുറയാണല്ലോ. മിണ്ടാണ്ടിക്ക്. നമ്മുടെ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിലത്തെ മെയിൽ പപ്പീനെ നമ്മൾ ഓൾറെഡി പൈസ മേടിച്ചു. അപ്പൊ എടുക്കാൻ വേണ്ടി വന്നേക്കണം. ബാക്കി പപ്പീസ് ഉണ്ട്. ആളുടെയിലാണ്. നമുക്കിതിന് എത്ര വില പറയണേ? 30 രൂപ അല്ല. നമ്മുടെ യൂട്യൂബ് ഓഫർ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ട് കൊടുത്തോടെ. അപ്പൊ അതെ 30 രൂപയുടെ സാധനം ഇട്ടത്. ബാക്കിയൊക്കെ ഫീമെയിൽ. ഇത് ഫീമെയില്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫീമെയില്, 2 ബ്രൗൺ ആൻഡ് വൈറ്റ് ഫീമെയിൽ ഉണ്ട് കേട്ടാ. അത് നമുക്ക് 25 രൂപ കിട്ടും കേട്ടാ. ഇപ്പൊ വാക്സിൻ കഴിഞ്ഞില്ലേ? ഫസ്റ്റ് വാക്സിൻ കഴിഞ്ഞു അല്ലേ? ഫസ്റ്റ് വാക്സിൻ കഴിഞ്ഞു, സർട്ടിഫൈഡ് ആണ് കേട്ടാ. ഇതിലിത് ഈ മെയിൽ പപ്പി നമ്മളിപ്പോ കൊണ്ടുപോകണം ഇവിടുന്ന്. ബാക്കിയുള്ള പപ്പീസൊക്കെ ഇവിടെ ഉണ്ട് കേട്ടാ. നമ്മൾ എടുക്കണ പിന്നെ ഇതിന്റെ കസ്റ്റമർ ഡോക്ടർ നാളെ ആരുടെയോ വെഡിങ് ആനിവേഴ്സറി ഉണ്ട്. അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത്. ബാക്കി ഇതേ 3 പപ്പീസ് ഉണ്ട്. നമുക്ക് കയ്യിലെടുത്ത് പിടിച്ചാലേ പപ്പീസിനെ ഒന്ന് ഇവിടെ എടുത്ത് പിടിക്കില്ലേ? ഫീമെയിൽ പപ്പീറ്റാ. 3 ഫീമെയിൽ. നടുക്കത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ബാക്കി 2 ബ്രൗൺ ആൻഡ് വൈറ്റ്. മൂന്ന് പപ്പീസ് ഇട്ടാ. നിലത്തേക്ക് വെച്ചാ 3നും. നമ്മുടെ മെയിൽ പപ്പി ഇവിടെ ഉണ്ട് കണ്ട. അടിപൊളി പപ്പീസ് ഇട്ടാ. നിലത്തേക്ക് വെച്ചപ്പോഴാണ് അതിന്റെ ഭംഗി അറിയാണല്ലോ. ഇതിനെയാണ് നമ്മളിപ്പോ കൊണ്ടുപോകണം കേട്ടാ. ഇത് കൊണ്ടായിട്ട് ഇനിയിപ്പോ കടയിൽ പോയിട്ട് ആള് വരും, ഡോക്ടർ വരും കടയിൽ. എടുക്ക, അതിനെടുക്ക്. ബാക്കിയുള്ളവരെ കയ്യിലിട്ടോ. ഇവനെയാണ് നമ്മൾ കൊണ്ടുപോകണം കേട്ടാ. മെയിൽ പപ്പി ആകെ ഒരെണ്ണുണ്ടായുള്ളൂ. നമ്മുടെ അധീറിന്റെ പപ്പിയാണ്. പിന്നെ ഒരു ഫീമെയിൽ വേറിട്ട് അതിന് കൊടുത്തു. ബാടാ കൊട്ടയിലാക്കിക്കോ. കൊട്ടയിൽ കൊള്ളൊന്നും വിചാരിക്കാൻ മതി. അവള് വെക്കട്ടെ. നിന്നേറ്റവും വലിപ്പുണ്ടല്ലോ പട്ടിക്കുട്ടി. ശരി, താറ്റ കൊടുത്ത. ശരി, ഓക്കെ. താറ്റ നീ താറ്റ കൊടുക്ക്. പട്ടിക്കുട്ടിക്ക് താറ്റ കൊടുക്കണില്ലേ? ഭയങ്കര സാധനമാണുള്ളത്. താറ്റ. ശരി. അപ്പൊ ഓക്കേട്ടാ. ശരി, അപ്പൊ ഓക്കെ ചെയ്യാ. അപ്പൊ വിളിക്കൂട്ടാ. ഓക്കെ. അതിന്റെ ഫീമെയിൽ എവിടെ ഉണ്ട് കേട്ടാ. അങ്ങോട്ട് പോകണില്ലേ? കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ വണ്ടി പുറപ്പെടാണ് തൃശ്ശൂർ കടയിലേക്ക് നേരം. നമ്മുടെ ഹസ്കിയുടെ പപ്പീൻ്റെ ഇട്ട് ഇരിക്കുന്നുണ്ട്. എത്ര നേരം കൂട്ടിലായിരുന്നു. ആള് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് കൊടുത്തയക്കാണ്. നമ്മുടെ ഹസ്കിയുടെ മെയിൽ പപ്പീനാട്ടാ. പേര് പറഞ്ഞേ? രോഹൻ.
റോഹൻ എന്ത് ചെയ്യുന്നേ? ഞാൻ ഡോക്ടർ ആയുർവേദം. ആയുർവേദ ഡോക്ടർ അല്ലേ? എവിടെ? ഞാൻ ഇവിടെ കല്ലൂരില്ലേ? ഹോസ്പിറ്റലിലാ? ഹോസ്പിറ്റലിൽ. എന്താ പേര് ഹോസ്പിറ്റലിലെ? കുന്നത്തോളപ്പിൽ. കുന്നത്തോളപ്പില്ലേ? ഇതൊക്കെ ഫ്രണ്ട്സാ? ഫ്രണ്ട്സ്. പേര് പവിൻ. എന്താ ചെയ്യുന്നേ? ക്രെയിൻ സർവീസ്. എവിടെ സ്ഥലം? എവിടെ? കുറുവത്തിലല്ലേ? പേര്? നന്ദകിഷൻ. അടിപൊളി പേരാണല്ലോ. എന്താ ചെയ്യുന്നേ? അതെ അല്ലേ? എവിടെയാ വീടൊക്കെ? വീട് എവിടെയാ? കരുവന്നൂര്. എല്ലാവരും പല പല സ്ഥലത്തുണ്ടല്ലേ വീട്? നിങ്ങൾ വീട് എവിടെയാന്ന് പറഞ്ഞില്ലേ? ആനക്കല്ലില്ലേ? പേര്? നിതിൻ. എന്താ ചെയ്യുന്നേ? ഫിസിയോതെറാപ്പിസ്റ്റ്. അപ്പൊ ആളുടെ കൂടെയാ? അല്ല, കോഴ്സ് കഴിഞ്ഞിട്ടുള്ളൂ അല്ലേ? പേര് നിതിൻ അല്ലേ? വീട് എവിടെയാ? ആനക്കല്ല് തന്നെ. ശരി, അപ്പൊ ഓക്കെ കേട്ടോ. അപ്പൊ എല്ലാവരുടെ അടുത്തും ശരി, താങ്ക്സ്. മെയിൽ പപ്പീറ്റാ നിലത്തേക്ക് വെച്ചാൽ നമുക്ക് അവനാ നിലത്ത് വെച്ചാലാണ് നമ്മുടെ അധീരന്റെ പപ്പിയാണ്. അധീരന്റെ. അപ്പൊ ഓക്കെ, ശരി. ഇത് നമ്മുടെ തൃശ്ശൂര് വളർക്കാവ് ഗാനത്തിന്റെ അവിടുത്തെ കട കേട്ടോ. ആ സൈഡിലാണ് ഗാനം. ഇവിടെ പാർക്കിംഗ് ഒക്കെ ഉണ്ട്. ഇവിടെ നമ്മുടെ ഡോക്ടർ ഇരിക്കുന്ന കേട്ടോ, വെറ്റിനറി ഡോക്ടർ. 4 മണി മുതൽ 8 മണി വരെയാണ്. വാക്സിനേഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. കാറ്റ് ഫുഡൊക്കെ വലിയ ബാഗൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കാറ്റിന്റെ സെക്ഷനാണ്. ട്രീറ്റ്സ് ഒക്കെ കുറെ ഐറ്റംസ് ഉണ്ട്. പിന്നെ കുറെ കമ്പനിയുടെ ഫുഡുകളുണ്ട്. അത് കാർണിവല്, ഡ്രൂൾസ്, റോയൽ കാൻ, നന്ദി, ഗോ നേറ്റീവ്, സീറോ ഗ്രെയിൻസ്, സെൻസ്, റൂൾസിൻ്റെ തന്നെ ഉണ്ട്. പിന്നെ സ്മാർട്ട് ഹാർട്ട്. വലിയ ബാഗുകളുണ്ട് കേട്ടോ. ഒരു ഇതെല്ലാത്തിൻ്റെ വലിയ ബാഗ് ഉണ്ട്. 999 ഡോഗ്സിന് മെയിൻറ്റെയിനിങ് ഫുഡൊക്കെ ഉണ്ട് കേട്ടോ. പല വെറൈറ്റി ടോയ്സുകളുണ്ട്. പിന്നെ കുറെ കൂടുകൾ, വെറൈറ്റി കൂടുകളുണ്ട് കേട്ടോ. ഇത് കൂട് കണ്ട, ഇത് 4-3 കൂടാണ് വീലൊക്കെ ഉള്ളത്. ഇതിൻ്റെ ഉള്ളിൽ ഫ്ലോറുകൾ കിടക്കണ്ട പല ടൈപ്പ്. ഇതാണ് നമ്മുടെ ഫാമിൽ ഉപയോഗിക്കുന്നത് ഈ പച്ച. മറ്റേതൊക്കെ ഇങ്ങനത്തെ കൂടുകളിലൊക്കെ ഉപയോഗിക്കാനുള്ളതാണ്. പല ടൈപ്പ് കൂടുകളുണ്ട്. 3 അടി, 3.5 അടി, 2 അടി, 2.5 അടി. പിന്നെ ചില ഡോഗ് ഫുഡിന്റെ കൂടെ നമുക്ക് കണ്ടെയ്നർ ഫ്രീ കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ചെയ്യനുകളാണ് കേട്ടോ. ചെയ്യാൻ പാക്കറ്റിൽ നിന്ന് പുറത്തേക്ക് എടുക്കാറില്ല. ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ ഉണ്ട്. ബോൺസ് അത് കാറ്റിനുള്ള ടോയ് ആട്ടാ. ഒരു സ്ഥലത്ത് വയ്ക്കുമ്പോൾ കാറ്റ് ഇങ്ങനെ നമ്മുടെ കാലുമേ കുറയ്ക്കാണ്ടില്ല. അതിന് പകരം ഉരയ്ക്കാനുള്ളതാണ്. ഇത് റബ്ബ് ചെയ്യുക, ഇതുവരെ ബ്രഷ് ചെയ്യാനുള്ളത്. പിന്നെ കുറച്ച് മീനിന്റെ തീറ്റകളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് വൈപ്സ്. ബോഡി ബെൽറ്റ്, മൗത്ത് ക്യാപ്പ്, പല ടൈപ്പ് ഉണ്ട് കേട്ടോ. 2-3 ടൈപ്പ് ഉണ്ട്. പർപ്പിൾ ടൈലിന്റെ ഫുഡ് ഉണ്ട് കേട്ടോ. ഹിമാലയയുടെ ഫുഡ് ഉണ്ട്. പിന്നെ കാറ്റ് ഒക്കെ കുറെ ടൈപ്പ് ഉണ്ട് കേട്ടോ. കമ്പനികളിൽ കുറെ കമ്പനിയുടെ കാറ്റ് ഉണ്ട്. ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കാനായിട്ട്. അതിന് മുമ്പ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള പപ്പീസ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ലാബ് പേപ്പറിലുണ്ട് കേട്ടോ. മെയിലും ഉണ്ട് ഫീമെയിലും ഉണ്ട്.
പിന്നെ അതുപോലെ ഗോൾഡൻ റിട്രീവർ മെയിലും ഉണ്ട് ഫീമെയിലും ഉണ്ട് കേട്ടോ. പേപ്പർ ഉള്ളതുണ്ട്, പേപ്പർ ഇല്ലാതുണ്ട്. ഹസ്കി പേപ്പറുള്ള കുട്ടികൾ മെയിലും ഉണ്ട് ഫീമെയിലും ഉണ്ട് കേട്ടോ. പിന്നെ ബുൾമാസ്റ്റിഫ് മെയിലും ഫീമെയിലും. പിന്നെ ബീഗിൾ ഉണ്ട് ഫീമെയിലുള്ള. ഷിറ്റ്സു കൊടുക്കാറായിട്ടില്ല, ഇനി അടുത്ത ലിറ്ററിലേക്ക് ഉണ്ടാവുള്ളൂ, പ്രാവശ്യത്തേക്കില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള ബ്രീഡുകൾ കേട്ടോ. അപ്പോൾ അടുത്ത ആഴ്ച പുതിയ വീഡിയോ ഓഫറായിട്ട് വരുന്നവരെ ഗുഡ് ബൈ.